ഹലോ ഗായ്സ്, നമ്മുടെ കുടംപുളി കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കുടംപുളിയാണ് ഇത്. അപ്പോൾ ഇത് ഉണക്കുന്ന രീതിയൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഫുള്ള് കാണുകയും ചെയ്യണേ. ഒരു ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ആയിരിക്കും ഇത് കായ്ച്ച് തുടങ്ങുന്നത്. കായ്ച്ച് തുടങ്ങി വലുതായി പഴുത്ത് വരുന്നത് നമ്മുടെ ഈ മഴ സമയത്തായിരിക്കും. കറക്റ്റ് ടൈമിൽ മഴ പെയ്യുന്ന കാരണം കൊണ്ട് ഈ കുടംപുളി എല്ലാം ഈ മഴയത്തായിരിക്കും വീഴുന്നത്. പക്ഷെ നമുക്കിത് ഉണക്കാനും ഭയങ്കര പാടുള്ള ടൈമാണ്. പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് വെയിൽ വരുന്ന സമയത്ത് വെയിലത്തൊക്കെ വെച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണക്കും. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പുളി ഇരിക്കും തോറും പെട്ടെന്ന് ചീയും, അതേപോലെ പുഴുവും വരും. അപ്പം നമ്മൾ വേഗം തന്നെ ഇത് കളക്ട് ചെയ്ത് കഴുകി അത് പൊളിച്ച് അതിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞ് നമ്മൾ ഉണക്കാനായിട്ട് വെക്കും. അതാണ് നമ്മുടെ കുടംപുളിയുടെ മരവേ. സംഭവം ചെറുതാണ്. നമ്മുടെ അടുത്ത് വേറൊരു കുടംപുളി ഉണ്ട്, അത് അത്യാവശ്യം നല്ല വലിയ മരമാണ്. അതിൻ്റെ കുഞ്ഞാണ് ഈ നമ്മുടെ പുളി. എൻ്റെ വീട്ടിൽ പുളിയില്ല കേട്ടോ. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഈ പുളി കാണുന്നതും അതേപോലെ ഇത് ഉണക്കുന്ന രീതിയും ഒക്കെ കാണുന്നത്. ഇപ്പം ഞാനും ഇവിടെ അമ്മയുടെ കൂട്ടത്തിൽ കൂടും കുടംപുളി പൊളിക്കാനും അത് ഉണക്കാനും ഒക്കെ ആയിട്ട്. ഇത് നേരെ മണ്ണിലോട്ട് വീഴുന്ന കാരണം കൊണ്ട് മണ്ണുണ്ടാകുമല്ലോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞ് നമ്മളിതുപോലെ ഒരു കമ്പിയുടെ നെറ്റ് വെച്ച് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക. താഴെ നിന്നിട്ട് പുകയിട്ട് കൊടുക്കും. ഇപ്പം ഞാൻ വാഷ് ചെയ്ത പുളിയാണ് കേട്ടോ ഈ ഇപ്പറേ വെച്ചിരിക്കുന്നത്. അപ്പുറത്തിരിക്കുന്നതൊക്കെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ പുകയിട്ട് കൊടുത്ത പുളികളാണ്. ഇവിടെ ഇങ്ങനെയാണ് പുക ഇടുന്നത്. തൊണ്ടോ അറക്കപ്പൊടിയോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമ്മളിങ്ങനെ പുകയിട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം മഴയായത് കാരണം കൊണ്ട് നമ്മൾ മിക്ക ദിവസവും ഇങ്ങനെയാണ് ഉണക്കുന്നത്. എന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമ്മളിത് ഉണക്കിയെടുക്കും. മറ്റേത് നല്ലപോലെ ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ ഒരു ദിവസം വെയിൽ വന്നപ്പോഴേക്കും നമ്മളിത് ഗോതമ്പ് ഉണക്കാനിട്ടിട്ടുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നമ്മളിത് കുടംപുളിയും ഇത് കുറച്ചുകൂടെ ഉണങ്ങിയ പുളിയാണ്. മറ്റേത് കുറച്ചുകൂടെ വലിയാനുണ്ട്, വെള്ളമയം കൂടുതലുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പല ദിവസമായിട്ട് ഉണക്കിയെടുക്കുന്നത്. പുളിയുള്ളവരുടെ വീട്ടിൽ എങ്ങനെയാണ് ഉണക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ണങ്കായ കേട്ടോ, നമ്മുടെ വീട്ടിലുണ്ടായ കൊലയാണ്. കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിക്കാന്ന് വെച്ച് മാറ്റി വെച്ചിരുന്ന കൊലയാണ്. ഇപ്പോൾ വെയിലുള്ള ദിവസം നോക്കി ഇത് അരിഞ്ഞ് ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ്. പിന്നെ കല്ല് എൻ്റെ കൂടെ സഹായിക്കാൻ വരും കേട്ടോ, ഈ പുളിയൊക്കെ പെറുക്കാനും കഴുകാനും ഒക്കെ ആയിട്ട്. അവൾ പിന്നെ ആരും മുറ്റത്തിറങ്ങുന്നത് നോക്കിയിരിക്കുക, അവരുടെ കൂടെ ഓടിക്കോളും. കൊണ്ടുവാ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. ബായ് ഉമ്മ.